ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ ജയങ്കോണ്ടത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് ഗംഗൈകൊണ്ട ചോളപുരം. ഏകദേശം 1025-ൽ ചോള ചക്രവർത്തിയായ രാജേന്ദ്രൻ ഒന്നാമൻ ചോള രാജവംശത്തിൻ്റെ തലസ്ഥാനമായി ഇത് മാറി. ഏകദേശം 250 വർഷത്തോളം തലസ്ഥാനമായി പ്രവർത്തിച്ചു. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 125 കിലോമീറ്റർ വടക്ക് കിഴക്കായി ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നു. 2014 മുതൽ ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ അരിയല്ലൂർ ജില്ലയിലെ ഒരു പൈതൃക നഗരമായി ഈ പുരാതന നഗരം നിലനിൽക്കുന്നു. ഈ സ്ഥലത്തെ മഹത്തായ അരുൾമികു പെരുവിടയാർ ക്ഷേത്രം അതിൻ്റെ സ്മാരക സ്വഭാവത്തിൽ തഞ്ചാവൂരിലെ അരുൾമികു പെരുവിടയാർ കോവിലിനടുത്താണ്. കൂടാതെ ശില്പനിലവാരത്തിൽ അതിനെ മറികടക്കുകയും ചെയ്യുന്നു. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാല രാജവംശത്തിനെതിരായ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി രാജേന്ദ്ര ഒന്നാമൻ സ്ഥാപിച്ചതാണ് ഈ നഗരം. ഇപ്പോൾ ഇതൊരു ചെറിയ ഗ്രാമമാണ്. മഹാശിവക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിലൂടെ മാത്രമേ അതിൻ്റെ പഴയകാല മഹത്വം ഓർമ്മിക്കപ്പെടുന്നുള്ളൂ. വടക്ക് തുംഗഭദ്ര നദി വരെ തെക്കേ ഇന്ത്യ മുഴുവൻ ചോള സാമ്രാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഭരണപരവും തന്ത്രപരവുമായ ആവശ്യങ്ങൾക്കായി അവർ ഒരു പുതിയ തലസ്ഥാനം നിർമ്മിക്കുകയും അതിന് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പേരിടുകയും ചെയ്തു. നഗരത്തിന് 2 കോട്ടകൾ ഉണ്ടായിരുന്നതായി തോന്നുന്നു. ഒന്ന് അകത്തെയും മറ്റൊന്ന് പുറത്തെയും. പുറംഭാഗം ഒരുപക്ഷെ കൂടുതൽ വീതിയുള്ളതായിരിക്കാം. പുറംകോട്ടയുടെ അവശിഷ്ടങ്ങൾ കൊട്ടാരത്തിനു ചുറ്റും ഒരു കുന്നുപോലെ കാണാം. പുറംകോട്ട ചുട്ടുപഴുപ്പിച്ച ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചതെന്നും ഏകദേശം 6 മുതൽ 8 അടി വരെ വീതിയുണ്ടെന്നും ഖനനങ്ങൾ സൂചിപ്പിക്കുന്നു. അതിൽ 2 മതിലുകൾ ഉണ്ടായിരുന്നു. ഇടയിലുള്ള സ്ഥലം മണൽ കൊണ്ട് നിറച്ചിരുന്നു. ഇഷ്ടികകൾ വളരെ വലുതാണ്. നന്നായി കത്തിച്ച കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആയുധ നിർമ്മാണ വർക്ക്ഷോപ്പുകൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ആയുധകലം എന്ന അടുത്തുള്ള ഗ്രാമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുതിയ ഖനനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഗംഗൈകൊണ്ട ചോളപുരത്തെ അവശേഷിക്കുന്ന ക്ഷേത്രം 1035 CE പൂർത്തിയായി. ചോള കാലഘട്ടത്തിലെ സംസ്ഥാനം കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലുടനീളമുള്ള ഒരു സൈനിക വിജയത്തിനു ശേഷം തൻ്റെ പിതാവ് നിർമ്മിച്ച ക്ഷേത്രത്തെ രാജേന്ദ്രൻ അനുകരിച്ചു. വിജയത്തിനു ശേഷം പരാജയപ്പെട്ട രാജ്യങ്ങൾ ഗംഗാനദിയിലെ വെള്ളം കുടങ്ങൾ അയച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കിണറ്റിലേക്ക് ഒഴിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തമിഴ് പാരമ്പര്യം അനുസരിച്ച് രാജേന്ദ്ര ഒന്നാമൻ ഗംഗയെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ഗംഗൈകൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ചു. മധ്യകാല ചോള തലസ്ഥാനമായ തഞ്ചാവൂരിൽ നിന്ന് അദ്ദേഹം ഗംഗൈകൊണ്ട ചോളപുരം തൻ്റെ തലസ്ഥാനമായി സ്ഥാപിച്ചു. അത് അടുത്ത 250 വർഷത്തേക്ക് തലസ്ഥാനമായി മാറും. തമിഴ് വാസ്തു ആഗമശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ശുപാർശ ചെയ്തിട്ടുള്ള പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ച് നിരവധി ക്ഷേത്രങ്ങളോടെ രാജേന്ദ്ര ഒന്നാമൻ മുഴുവൻ തലസ്ഥാനവും നിർമ്മിച്ചു. ഇതിൽ ഒരു ധർമ്മശാസ്താവ്, വിഷ്ണു, മറ്റു ക്ഷേത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും 13ഉം 14ഉം നൂറ്റാണ്ടുകളുടെ അവസാനത്തിൽ ഇവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. ബൃഹദേശ്വര ക്ഷേത്രം ഒഴികെ അവശേഷിക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് നിരവധി കിലോമീറ്റർ വിസ്തൃതിയിൽ കണ്ടെത്തിയ മണ്ണുമൂടിയ കുന്നുകളും കുഴിച്ചെടുത്ത തകർന്ന തൂണുകളുടെ കുറ്റികളും ഇഷ്ടിക മതിലുകളും മറ്റ് ചോള ലാൻഡ്മാർക്കുകൾക്ക് തെളിവാണ്. നഗരത്തിൻ്റെ നാശത്തിനുള്ള കാരണങ്ങൾ വ്യക്തമല്ല. 13ആം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചോളരെ പരാജയപ്പെടുത്തിയ പാണ്ഡ്യന്മാർ അവരുടെ മുൻകാല പരാജയങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ നഗരം നിലംപരിശായിരിക്കാം എന്ന് വനശാന്തി പറയുന്നു. എന്നിരുന്നാലും മറ്റു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഈ ക്ഷേത്രം ഒഴിവാക്കപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ടാണെന്നും പിൽക്കാല ചോളർ, പാണ്ഡ്യർ, വിജയനഗര സാമ്രാജ്യം എന്നിവയിൽ നിന്നുള്ള ഏകദേശം 20 ലിഖിതങ്ങൾ ഈ ക്ഷേത്രത്തിന് വിവിധ സമ്മാനങ്ങളും ഗ്രാൻറ്റുകളും സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല. മറ്റൊരു സിദ്ധാന്തം, പ്രത്യേകിച്ച് 1311-ൽ മുസ്ലിം കമാൻഡർ മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സൈന്യം തലസ്ഥാന നഗരവും മുമ്പ് ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളും മധുരയോടൊപ്പം ആക്രമിച്ചതും തുടർന്ന് 1314-ൽ ഖുസ്രുഖാനും 1327-ൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും നടത്തിയ ആക്രമണവുമായി ഈ നാശത്തെ ബന്ധിപ്പിക്കുന്നു. തുടർന്നുള്ള കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റിനെ വേർപെടുത്തി അടുത്തുള്ള മധുര സുൽത്താനേറ്റ് പോലുള്ള പുതിയ ഭരണകൂടം രൂപപ്പെടുത്തിയ മുസ്ലിം സുൽത്താനേറ്റും ഹിന്ദു രാജാക്കന്മാരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. 1378-ൽ വിജയനഗര സാമ്രാജ്യം മധുര സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്തി. തുടർന്ന് ചോള കാലഘട്ടത്തിലെ മറ്റു ക്ഷേത്രങ്ങൾക്കൊപ്പം ഈ ക്ഷേത്രവും ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലായി. അവർ അവയിൽ പലതും നന്നാക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്തു.
2017 ധ്വജസ്തംഭം സ്ഥാപിച്ചതും മഹാകുംഭാഭിഷേകം നടത്തിയതും ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തി. ചോള ഭരണാധികാരികൾ കലകളുടെയും വാസ്തുവിദ്യയുടെയും രക്ഷാധികാരികളായിരുന്നു. അവർ ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിൽ അസാധാരണമായ ഗുണനിലവാരമുള്ള ശില്പങ്ങളുണ്ട്. ഭോഗശക്തിയുടെയും സുബ്രഹ്മണ്യൻ്റെയും വെങ്കല ശില്പങ്ങൾ ചോളലോഹ ഐക്കണുകളുടെ മാസ്റ്റർ പീസുകളാണ്. 8 ദേവതകളുള്ള താമര ബലിപീഠമായ സൗരപീഠം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ശിവലിംഗം ഒറ്റക്കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചോള ഭരണാധികാരികൾ ഹിന്ദു ദൈവങ്ങളുടെ സങ്കീർണമായ കൊത്തുപണികളുള്ള വലിയ ശിലാക്ഷേത്ര സമുച്ചയങ്ങൾ നിർമ്മിച്ചു. 1303 1010 ഇടയിൽ ഗംഗൈകൊണ്ട ചോളപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള തഞ്ചാവൂരിൽ രാജരാജൻ ഒന്നാമൻ പ്രശസ്തമായ ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചു. ഇവിടെ ശിവനെ ആരാധിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം കാലക്രമേണ കുറഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്ത് ശിവൻ്റെ പവിത്രമായ കാളയായ നന്ദിയുടെ ഒരു വലിയ പ്രതിമയുണ്ട്. ചോള കാലഘട്ടത്തിലെ അതിമനോഹരമായ വെങ്കല പ്രതിമകൾ അവയുടെ ചാരുതലയ്ക്കും ജീവസുറ്റ രൂപത്തിനും ലോകമെമ്പാടും അറിയപ്പെടുന്നു. നടരാജൻ്റെയോ നൃത്തം ചെയ്യുന്ന ശിവൻ്റെയോ നിരവധി മനോഹരമായ രൂപങ്ങൾ ചോള കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. രാജകൊട്ടാരവും ചുട്ടുപഴുത്ത ഇഷ്ടിക കൊണ്ടാണ് നിർമ്മിച്ചത്. മേൽത്തട്ട് ചെറിയ വലിപ്പത്തിലുള്ള പരന്ന ടൈലുകൾ കൊണ്ട് മൂടിയിരുന്നു. നേർത്ത കുമ്മായം മോർട്ടാർ ഉപയോഗിച്ച് പല ഭാഗങ്ങളായി വിരിച്ചു. തൂണുകൾ മിനുക്കിയ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ് അടിത്തറകളിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. ചില തൂണുകളുടെ അടിത്തറ ഇന്നും നിലനിൽക്കുന്നു. ഈ കൊട്ടാര സ്ഥലത്ത് നിന്ന് ഇരുമ്പ് ആണിയും ക്ലാമ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തെ 1.5 പ്രകാര ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കമുണ്ട്. രാജേന്ദ്രൻ്റെ മൂന്നാമത്തെ മകനായ വീരരാജേന്ദ്ര ചോളൻ്റെ ഭരണകാലത്ത് ഗംഗൈകൊണ്ട ചോളപുരത്തെ കൊട്ടാരം ചോള കേരളൻ തിരുമാളികെ എന്ന് പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് രാജേന്ദ്രൻ ഒന്നാമൻ്റെ സ്ഥാനപ്പേരുകളിൽ ഒന്നിൻ്റെ പേരിലാണ്. അതേ ലിഖിതത്തിൽ കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ ആദിഭൂമി, മാവലി, വനാധിരാജൻ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നു. വ്യക്തമായും കൊട്ടാരം ബഹുനിലകളായിരുന്നു. കുലോത്തുംഗ ഒന്നാമൻ്റെ 49-ാം വർഷത്തിലെ ഒരു ലിഖിതത്തിൽ ഈ സ്ഥലത്ത് ഗംഗൈകൊണ്ട ചോള മാളികയ്ക്കെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സ്വന്തം പേരുള്ള ഒന്നിലധികം രാജകീയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. കൊട്ടാരത്തിൻ്റെയും കോട്ടമതിലുകളുടെയും പേരുകൾക്ക് പുറമെ ചില റോഡുകളുടെയും തെരുവുകളുടെയും പേരുകൾ എപ്പിഗ്രാഫുകളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവസൽ എന്ന പ്രവേശന കവാടങ്ങൾ, കിഴക്കേ കവാടം, വെമ്പുകുടി കവാടം, ആ ദിശയിൽ സ്ഥിതി ചെയ്യുന്ന വെമ്പുകുടി ഗ്രാമത്തിലേക്ക് നയിക്കുന്ന തെക്കേ കവാടം എന്നിവ പരാമർശിക്കപ്പെടുന്നു. രാജരാജൻ്റെയും രാജേന്ദ്രൻ്റെയും പേരിലുള്ള രാജരാജൻ പെരുവാലി, രാജേന്ദ്രൻ പെരുവാലി എന്നീ പേരുകളുള്ള ഹൈവേകളെക്കുറിച്ചും പരാമർശമുണ്ട്. ലിഖിതങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റു തെരുവുകൾ 10 തെരുവുകൾ, കവാടപാത, ശുദ്ധമാലി ലെയിൻ എന്നിവയാണ്. കുലോട്ടു ചോളൻ, തിരുമതിൽ പെരുവാലി, വിലങ്ങുയുടൻ പെരുവാലി, കുലയണൈ പോണ പെരുവാലി, ചെറിയ ആന കടന്നുപോയ ഹൈവേ എന്നിവയെക്കുറിച്ചും ലിഖിതത്തിൽ പരാമർശമുണ്ട്.